വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞ LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തുടരുന്നു. LDF മലപ്പുറം മണ്ഡലം കൺവെൻഷൻ വൈകിട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും പ്രചാരണം തുടരുകയാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ രണ്ടാം ഘട്ട പ്രചാരണം തുടങ്ങി. മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിലെ കുമ്പള പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലുമെത്തി ബാലകൃഷ്ണൻ മാസ്റ്റർ വോട്ടഭ്യർത്ഥിക്കുകയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് പ്രചാരണം. കോളേജുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് വോട്ടഭ്യർത്ഥന. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഊഷ്മള വരവേൽപ്പാണ് വിദ്യാർത്ഥികൾ LDF സ്ഥാനാർത്ഥിക്ക് നൽകിയത്. വയനാട് LDF സ്ഥാനാർത്ഥി ആനി രാജ തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ആനി രാജ വോട്ടർമാരെ കണ്ടു. മലയോര മേഖലയിൽ വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ പ്രചാരണത്തിലാണ്. രാവിലെ 7 മണിക്ക് പേരാമ്പ്രയിൽ നിന്ന് പര്യടനം തുടങ്ങി. കൂത്താളി, ചക്കിട്ടപ്പാറ, നൊച്ചാട്, അരിക്കുളം, കീഴരിയൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് തുറയൂരിൽ സമാപിക്കും. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് പ്രധാന വ്യക്തികളെ കാണുന്ന തിരക്കിലാണ്. രാവിലെ 10 മണിയോടെ നടക്കാവ് താമസിക്കുന്ന MT വാസുദേവൻ നായരെ സന്ദർശിച്ചു. LDF നേതാക്കൾക്കൊപ്പമാണ് എളമരം കരീം MTയുടെ വീട്ടിലെത്തിയത്. രണ്ടാം ഘട്ട മണ്ഡല പര്യടനം നാളെ തുടങ്ങും. മലപ്പുറം LDF സ്ഥാനാർത്ഥി V വസീഫ് മലപ്പുറം മണ്ഡലത്തിൽ പ്രചാരണത്തിലാണ്. വൈകിട്ട് മലപ്പുറത്ത് നടക്കുന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെയും പ്രചരണം മലപ്പുറം നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. പൊന്നാനി LDF സ്ഥാനാർത്ഥി KS ഹംസ കോട്ടക്കൽ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി തൃത്താലയിലും വോട്ടർമാരെ കാണുന്നു. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് അട്ടപ്പാടിയിൽ പ്രചാരണത്തിലാണ്. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കൈരളി ന്യൂസ്, കോഴിക്കോട്.